ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ജനുവരി അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്. ഫെബ്രുവരി വീണ്ടും വീണ്ടും കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാർച്ച് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഡാറ്റക്കകത്ത് ഡിക്രീസ് വന്നു അല്ലേ? ഡിക്രീസ് വന്നു. പിന്നെ ആ വീണ്ടും ഏപ്രിൽ ഇൻക്രീസ് ആയി. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നിങ്ങൾക്കൊന്നും പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാരണം ഇതൊക്കെ എപ്പോഴും മാർക്കറ്റിംഗ് ടീമിനോ അല്ലെങ്കിൽ സെയിൽസ് ടീമിനൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുള്ളൂ. അപ്പോൾ അവരോട് മാനേജർ ചോദിക്കും, കമ്പനീൻ്റെ MD ചോദിക്കും, എന്താണ് ഇവിടെ ഇങ്ങനെ സെയിൽസ് കുറയാനുള്ള കാരണം എന്ന് ചോദിക്കും. മനസ്സിലാവുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നവംബർ മാസം എന്തുകൊണ്ട് കുറഞ്ഞു? ഒക്ടോബറിൽ നല്ല ഹയസ്റ്റ് സെയിൽസിലേക്ക് പോയിട്ട് പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്ത് ഇങ്ങോട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ്. കാരണം ഇത്രയും ഡാറ്റ ഉണ്ടാകുമ്പോൾ നമുക്ക് പല പല പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇതിൻ്റെ എഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കസ്റ്റമറിൻ്റെ എണ്ണം കുറഞ്ഞതാണോ, അല്ലെങ്കിൽ സെയിൽസ്മാൻ പെർഫോമൻസ് കുറച്ചതാണോ, പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? പവർ ബിയിൽ നമുക്ക് ഓൾറെഡി ഒരു ഫീച്ചർ ഉണ്ട്. അതായത് കണ്ടോ, ഇവിടെ കണ്ടോ, നമുക്ക് അനലൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? ബാസിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ കേട്ടോ. ഈ നമ്മൾ ഏത് ബാറിലാണ് നമുക്ക് റിപ്പോർട്ട് കാണേണ്ടത്, അവിടെ എന്ത് ഇഷ്യൂ ആണ് ഉള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് അനലൈസ് എന്നുള്ള ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എക്സ്പ്ലെയിൻ ദ ഡിക്രീസ് കണ്ടോ, എന്തുകൊണ്ടാണ് താഴത്തേക്ക് പോയെന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഐറ്റം ഫിറ്റ്നസ് എന്നുള്ള സംഭവം നമുക്ക് 7K എന്തുണ്ടായിട്ടുണ്ട്, ഇൻക്രീസ് സെയിൽസ് കൂടുക ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ള കുറേ പ്രൊഡക്റ്റുകളുടെ സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒക്ടോബർ മാസത്തെ കമ്പയർ ചെയ്യുമ്പം കണ്ടാ, ഈ 161 കുറഞ്ഞ് വന്ന അവസാനം എന്ത് ചെയ്തിട്ടുണ്ട് 133 ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ കുറയാനുള്ള കാരണം? ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കില്ല മാർക്കറ്റിലല്ല, അവരുടെ ഷോറൂമിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ ഈ സാധനം ചിലപ്പോൾ നമുക്ക് ഒന്നുകിൽ മാർക്കറ്റിംഗ് ചെയ്തത് കുറവായിരിക്കും, വേണ്ട പോലെ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുപോലെ വേണ്ട പോലെ സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പല പല റീസൺസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭവത്തെ അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് നമുക്ക് പവർ ബിയിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റിപ്പോർട്ടിലേക്ക് എന്ത് ചെയ്യും? അത് ഇവിടെ താഴത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ, അത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിപ്പം വേറെ ടോട്ടൽ സെയിൽസ് ബൈ മന്ത് നെയിം ആൻഡ് ഇയർ. ഇവിടെ നമുക്ക് 161 ഉണ്ടായിരുന്നു. 2023 നമുക്ക് സെയിൽസ് കൂടിയിട്ടുണ്ട്. 2024 ഇത്രയും എമൗണ്ട് സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽസ് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 161 ഉള്ളത് എന്ത് ചെയ്തിട്ട് 133 ഡിക്രീസ് ആയത്. അതുപോലെ അടുത്തത് നമുക്ക് ഇതിനകത്ത് വരുന്നത് കൺട്രി വെച്ചുകൊണ്ട് നമുക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. കാരണം അത്രയും പല പല ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ട്. ഇപ്പം എന്തൊക്കെയാണ് പല പല ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു മാസത്തെ വാല്യൂ എന്ത് ചെയ്തത് കുറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ 2 ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇയർലി സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് എന്താണ് കൺട്രി വൈസ് സെയിൽസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ മാസങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഇത്രയും ഡിക്രീസ് വന്നിട്ടുണ്ട്. ഇതെന്തായിരുന്നു? ഡേ നെയിം ഓരോ ദിവസങ്ങളിലെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മന്ത് നെയിം ആൻഡ് സെയിൽസ് റെപ്പ് ഉണ്ടോ, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഇത്രയും ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽസ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അവർക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് അതെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് മീറ്റിങ്ങിന് പോയാൽ മതി. അവർക്ക് ഇത് പബ്ലിഷ് ചെയ്താൽ ഇതേമാതിരി ചെക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ പറ്റും. ആൾക്കാർ റിപ്പോർട്ടിലേക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് അല്ല, ഇത് നമുക്ക് റിപ്പോർട്ടിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇനിയിപ്പോൾ അഡീഷണൽ എല്ലാം കൂടി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സംഭവത്തെ പോയിട്ട്